എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോ ഒരാളെ കാണുന്നോളെങ്കിലും അവരുടെ ഫ്രണ്ട്സ് ഒറ്റയാൾ കണ്ടാൽ മതി എങ്കിലും, പക്ഷേ നിങ്ങൾ ഒരു ഉപകാരം ചെയ്യണം. നിങ്ങൾക്കറിയാവുന്നവർക്കും, അതായത് ബന്ധുക്കൾക്കും ഫ്രണ്ട്സിനും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യുക. അവരൊക്കെ കാണട്ടെ, അവരൊക്കെ ഇത് മനസ്സിലാക്കട്ടെ. അപ്പം എന്താണെന്നല്ലേ, നമ്മുടെ പരിസരം വൃത്തിയാക്കുന്നത്, പരിസരം മലിനമാക്കാതിരിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഞാൻ പറയുന്നത്. നമ്മുടെ വീട്ടിൽ നമുക്കെല്ലാവർക്കും അറിയാം, നമ്മുടെ കോർപ്പറേഷനായാലും പഞ്ചായത്താണെങ്കിലും കമ്പോസ്റ്റ് ഉണ്ടാക്കാനുള്ള നമുക്ക് ബക്കറ്റ് നമ്മുടെ അവിടെ നിന്നൊക്കെ കിട്ടുന്നുണ്ട്. വളരെ തുച്ഛമായ പൈസയിലാണ് 3 വലിയ ബക്കറ്റുകളും അതിൻ്റെ അടപ്പുകളും ഒക്കെ ആയിട്ടാണ് നമുക്ക് കിട്ടുന്നത്. അതും വളരെ അധികം പൈസയൊന്നും ആവത്തില്ല. അപ്പം അവരത് തരുന്നത്, നമ്മൾ എന്തുകൊണ്ടാണ് അവരതങ്ങനെ തരുന്നത്? നമ്മുടെ ഗവൺമെൻറ് എല്ലായിടവും ഇത് തരുന്നുണ്ട്. അപ്പം അത് എന്തുകൊണ്ടാണ്? നമ്മുടെ വീട്ടിൽ കമ്പോസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അവർ തരുന്നത്. പക്ഷേ ഇന്നത്തെ കാലത്ത് ഒട്ടുമിക്ക വീടുകളിലും ഞാൻ നോക്കുമ്പോൾ അതെല്ലാവരും ചെടി വളർത്താൻ വേണ്ടിയിട്ടാണ് ഈ ബക്കറ്റുകൾ യൂസ് ചെയ്യുന്നത്. മനസ്സിലാവുന്നു? ഇനി കമ്പോസ്റ്റ് ഉണ്ടാകും. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ കാണുന്നവർക്ക് ഒട്ടുമിക്ക പേർക്കും അറിയാം, നമ്മുടെ വീട്ടിൽ കമ്പോസ്റ്റ് ഉണ്ടാക്കും. ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട്, ഇത് കമ്പോസ്റ്റിനകത്തിൻ്റെ എല്ലാം കൊണ്ടുപോകും എന്ന് ഞാൻ പറയാറുണ്ട്. പിന്നെ ഒരു കാര്യം, പച്ചക്കറി വേസ്റ്റ് ഇടാനകത്ത് ചോറ് ബാക്കി വന്നാലിടാം, ബ്രെഡ് ബാക്കി എന്ത് അതായത് ഞങ്ങൾ കമ്പോസ്റ്റിനകത്ത് ഇറച്ചി വേസ്റ്റ്, മീൻ വേസ്റ്റ് അതൊന്നും ഇടാറില്ല. മീൻ കഴിച്ചതിന് ശേഷം, കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ വേസ്റ്റ് ഇടും. പക്ഷേ മീൻ വെട്ടുമ്പോൾ ഉള്ള പച്ചയായിട്ടുള്ള കാര്യങ്ങളൊന്നും നമ്മൾ നമ്മുടെ കമ്പോസ്റ്റിനകത്ത് ഇടാറില്ല. പറഞ്ഞില്ലേ, മീൻ വേസ്റ്റ്, ഇറച്ചി വേസ്റ്റ് ഇതൊന്നും നമ്മുടെ കമ്പോസ്റ്റിനകത്ത് ഇടത്തില്ലെന്ന് പറഞ്ഞില്ലേ. അപ്പം നിങ്ങൾ ചോദിക്കുക, അത് പുറത്ത് കളയുകയോ എന്ന്. നമ്മളത് പുറത്ത് കളയുന്നില്ല. നമ്മുടെ മുന്തിരി ആരെങ്കിലും വളർത്തുന്നുണ്ടെങ്കിൽ അതിൻ്റെ ചെവിട് ചെറുതായിട്ട് മണ്ണൊന്ന് മാന്തിയിട്ട് അതിട്ട് കൊടുക്കണം. അത് മുന്തിരിക്ക് ഏറ്റവും നല്ലൊരു വളമാണ് ഈ നമ്മുടെ മീൻ വേസ്റ്റ്, മീൻ വെള്ളം, ഇറച്ചി വേസ്റ്റ്, ഇറച്ചി വെള്ളം ഇതൊക്കെ. പിന്നെ കറിവേപ്പ്, എല്ലാവർക്കും അറിയാം മീൻ വെള്ളം കറിവേപ്പിലേക്ക് ഏറ്റവും നല്ലതാണെന്ന്. അപ്പം ലേശം ഒന്ന് തോണ്ടുക, അത് ഇട്ട് കൊടുക്കുക. അപ്പം അങ്ങനെയാണ് നിങ്ങൾക്ക് ഇവിടെ ഒരു സ്മെല്ല് പോലും അങ്ങനെ കാണാറില്ല, സ്മെല്ലില്ല. പിന്നെ എലിയുടെ ശല്യം അപ്പുറത്തൊന്നും ഇപ്പുറത്തൊന്നും വന്ന് കയറുന്നല്ലാതെ ഇവിടെ എലിയില്ല. പിന്നെ വേറെ ഒരു കാര്യമുണ്ട്, നമ്മുടെ പട്ടിക്കുട്ടികൾ എലികളെ ഇങ്ങോട്ട് അവരുള്ളത് കൊണ്ട് എലികൾ വരത്തതുമില്ല. അത് വേറൊരു പ്രശ്നം. പക്ഷേ നമ്മുടെ വീടിൻ്റെ ഒരു സൈഡിൽ പോലും നമ്മൾ വേസ്റ്റ് എന്ന് പറയും, ഇവിടെ ഇഷ്ടം പോലെ ചവറുണ്ട്. അത് നമ്മുടെ വൃക്ഷത്തിൻ്റെ അല്ല, ഇപ്പുറത്തെ എല്ലാ വൃക്ഷങ്ങളുടെയും ചവറുകളാണ് നമ്മുടെ വീട്ടിൽ ഉള്ളത്. മനസ്സിലാകുന്ന? പക്ഷേ ഒരു ഇതുപോലുള്ള വേസ്റ്റ് പോലും നമ്മുടെ പരിസരത്തൊന്നുമില്ല. അതെന്താണ്? നമ്മളെല്ലാം A to Z കാര്യങ്ങൾ നമ്മൾ എല്ലാം കമ്പോസ്റ്റ് ആക്കുകയാണ് ചെയ്യുന്നത്. ഇനി നിങ്ങൾ ഇത് പറയാൻ കാര്യം എന്ന് പറഞ്ഞാൽ, ഒരു പക്ഷേങ്കിൽ നിങ്ങൾക്കിത് അറിവില്ലായ്മ കൊണ്ടായിരിക്കും നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. ഇനി ഈ കമ്പോസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇപ്പോൾ പച്ചക്കറി ഇട്ടതിന് ശേഷം ഈ പച്ചക്കറി വേസ്റ്റിനകത്തൊക്കെ കുറച്ച് വെള്ളം കണ്ടൻ്റ് അതിൻ്റെ അകത്തുണ്ട്, അതെല്ലാവർക്കും അറിയാമല്ലേ. അപ്പം അത് ഇങ്ങനെ ഇപ്പം പച്ചക്കറി മാത്രമാണ് കമ്പോസ്റ്റിനകത്ത് ഇടുന്നതെങ്കിൽ അത് ഇങ്ങനെ പുഴു ആയി, സ്മെല്ലായി, അങ്ങനെയൊക്കെ ആവും. അപ്പം അത് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പച്ചക്കറി എല്ലാം ഇങ്ങനെ നിരത്തിയിട്ടതിന് ശേഷം അതിൻ്റെ പുറത്ത് കുറച്ച് ഇനാക്കുലം ഇടും. മനസ്സിലാകുന്ന? അത് കടയിൽ നിന്ന്, വളക്കടയിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ അത് ഇടണം. അതിന് അല്പം വില കൂടുതലാണ്. മനസ്സിലാകുന്ന? അപ്പോൾ ഈ വില കൂടുതൽ, നമ്മൾ കമ്പോസ്റ്റിനേക്കാൾ വില കൂടിയത് ബാക്കി പച്ചക്കറിയുടെ വേസ്റ്റിനേക്കാൾ കൂടുതലാണെന്നുള്ള തോന്നലുള്ളത് കൊണ്ടായിരിക്കാം ആൾക്കാർ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. അതങ്ങ് മാറ്റി ആദ്യമൊക്കെ ആണെങ്കിൽ ഒരു ബക്കറ്റൊക്കെ ശരിയാക്കുമായിരിക്കും.
പക്ഷേ ഇതിൻ്റെ ഇടയ്ക്കൊന്നും ഇടാതെയും അല്ലെങ്കിൽ ഞാക്കുലത്തിനെ കുറിച്ചും അറിഞ്ഞുകൂടാത്തവർ വെറും വേസ്റ്റ് മാത്രം ഇട്ട് വരുമ്പോൾ അവർക്ക് മടുപ്പ് തോന്നി ഇങ്ങനെ പുഴുവൊക്കെ ഞരച്ചിങ്ങനെ വരുന്നത് കാണുമ്പോൾ അവർ പിന്നെ അത് വേണ്ടാന്ന് വയ്ക്കും. അപ്പം ഞാൻ വളരെ വിലപ്പെട്ട ഒരു കാര്യമാണ് പറയുന്നത്. നിങ്ങളെല്ലാവരും ഈ വീഡിയോ കാണുന്നവരെല്ലാവരും ഒന്ന് ഷെയർ ചെയ്യാൻ മറക്കരുത്. എല്ലാവർക്കും അറിഞ്ഞുകൂടാത്തവർക്ക് വേണ്ടിയിട്ടാണ്. ഇനി ഈ ഇനാക്കുലം ഞാൻ പറഞ്ഞില്ലേ നല്ല വിലയുള്ള സംഭവമാണെന്നത്. അത് സാധാരണക്കാർക്കത് എപ്പോഴും വാങ്ങിക്കുന്നത് ചിലപ്പോൾ താങ്ങാൻ പറ്റത്തില്ല, പൈസ കൂടുതലുള്ളതുകൊണ്ട്. അതിന് പകരമായിട്ടൊരു സൊല്യൂഷനാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. ഇനാക്കുലത്തിന് പകരം എന്ത് എന്നുള്ളതിന് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത്. എല്ലാ വീട്ടിലും ഇപ്പോഴത്തെ എല്ലാ വീടുകളിലും പുകയെടുപ്പുണ്ട് അല്ലേ? നമ്മൾ വിറക് വെച്ച് തീയരിക്കുക അല്ലെങ്കിൽ എന്താ വെച്ച് തീയരിച്ചാലും ചാരം എന്ന് പറയുന്ന ഒരു സംഭവം കിട്ടത്തില്ലേ? ആ ചാരം നമ്മൾ എന്ത് ചെയ്യുന്നത്? നിങ്ങൾ പുറത്തൊക്കെ എടുത്ത് ഇങ്ങനെ വെറുതെ എടുത്ത് തൂങ്ങിക്കളയും അല്ലയോ? പക്ഷേ ഈ ഇനാക്കുലത്തിന് പകരമായിട്ടത് യൂസ് ചെയ്യാം, ചാരം. ഇത് നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കുക. ഇപ്പം നമ്മുടെ വീട്ടിൽ ഇനാക്കുല അല്ല ഉപയോഗിക്കുന്നത്, ഞങ്ങൾ ചാരം ഉപയോഗിക്കുന്നത്. മനസ്സിലാവുന്നു? അപ്പോൾ എല്ലാവരും ഇതേ രീതിയിലൊന്ന് വീടും പരിസരവും കേടാകാതിരിക്കാൻ എന്ത് ചെയ്യാം? നമ്മുടെ വീട്ടിൽ ചോറിൻ്റെ ബാക്കി വരുന്നത്, പിന്നെ വേറെ ഒരു കാര്യം, നിങ്ങൾ ഈ ചോറ് ബാക്കി എന്തുകൊണ്ടാണ് വരുന്നത്? നിങ്ങളുടെ വീട്ടിൽ ചോറ് ബാക്കി എന്തുകൊണ്ടാണ് വരുന്നത്? അരിക്കൊക്കെ ഇപ്പം എന്താ വില? ഇത് വെറുതെ കളയുമ്പോൾ ഒരുവിധം എല്ലാ വീടിലും ഇപ്പം നല്ല വരുമാനമുള്ള വീടാണ്. ഞാൻ ഇപ്പോഴത്തെ കാലത്ത് ചെറിയ ജോലിക്ക് പോകുന്നവർക്ക് 1000 രൂപ മേടിക്കുന്നവരുണ്ട്, 800 രൂപയുടെ കുറഞ്ഞത് ഒരു 700 രൂപയെങ്കിലും കിട്ടുന്നവരായിരിക്കും. നമ്മൾ ഈ കടയിൽ മുതൽ മുടക്കുണ്ട്, പക്ഷേ സാധാരണ ജോലിക്ക് പോകുന്നവർക്ക് മുതൽ മുടക്കില്ലാതെ കിട്ടുന്ന ഒരു എമൗണ്ടാണത്. അത് ധാരാളമാണ് ഒരു ചെറിയ ഫാമിലി കഴിയുന്നതിന്. അപ്പം ഈ ചോറൊക്കെ നമുക്ക് വളരെ വിലപ്പെട്ടതാണ്, എടുത്ത് കളയാതിരിക്കുക ഇങ്ങനെ. ഓക്കെ, അപ്പം ഇതേ രീതിയിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്യുക. അറിവില്ലെങ്കിൽ ഈ അറിവ് നിങ്ങൾ പ്രയോജനപ്പെടുത്തുക. ഓക്കെ, ഒരു സാധാരണ ഒരു ഫാമിലി കഴിയാൻ, ജോലിക്ക് പോകാൻ ഇഷ്ടമുള്ളവർക്ക് 700 രൂപയെന്ന് പറയുന്നത് വലിയൊരു എമൗണ്ടാണ് ഇന്നത്തെ കാലത്ത്. ഒരു മുതൽ മുടക്കും ഇല്ലാതാണ് ഈ 700 രൂപ കിട്ടുന്നത്. സാധാരണ ഒരു ഫാമിലി കഴിയുന്നതിന് 700 രൂപ ധാരാളമാണ്. മനസ്സിലായി? ഈ നാട്ടിൽ വന്ന് നിന്ന് കഴിഞ്ഞപ്പോഴാണ് ഞാൻ പണ്ട് എനിക്ക് സാധനങ്ങളുടെ ഒന്നിൻ്റെ എനിക്ക് വില അറിയത്തില്ല. കാരണം നമ്മൾ വെളിയിൽ പോയിട്ട് ഒരു മാസത്തെ ലീവിന് ഇങ്ങോട്ട് വന്ന് ഏതെങ്കിലും ഒരു കടയിൽ പോയി എല്ലാം നമ്മൾ വീട്ടിൽ വെച്ച് തന്നെയാണ് കഴിക്കുന്നത്, പാകം ചെയ്താണ് കഴിക്കുന്നത്. എല്ലാം വാങ്ങിക്കാൻ ചെല്ലുമ്പം അവർ കൂട്ടി ഇത്ര ഒരു എമൗണ്ട് പറയുക, നമ്മളത് കൊടുത്തിട്ട് വരിക. എനിക്കൊന്നിൻ്റെയും വില അറിഞ്ഞൂടാ, സത്യാവസ്ഥയാണ് ഞാൻ പറയുന്നത്. ഇപ്പം ഞാൻ വളരെ കാൽക്കുലേറ്റ് ചെയ്താണ് നമ്മൾ ഓരോ ദിവസവും മുമ്പോട്ട് പോകുന്നത്. ഓരോന്നിൻ്റെയും വില നമ്മൾ ഇപ്പോൾ പഠിച്ച് ഒരുവിധം അറിയാം എല്ലാത്തിൻ്റെയും. അപ്പം ഈ 700 രൂപ ജോലിക്ക് പോകാതെ വീട്ടിൽ കയറി ഇരുന്ന ആരും പൈസ നമുക്ക് തരത്തില്ല അല്ലേ? പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പം ഈ പുകയെടുപ്പില്ലാത്തവരും ഒരു മനുഷ്യരും ഞാൻ പറഞ്ഞു വരുന്നതെന്ന് വെച്ചാൽ ഈ ചോറ് ബാക്കി എന്താ വരുന്നത്? ചോറ് ഇപ്പം എൻ്റെ വീട്ടിൽ ചോറ് വെക്കുന്നതെന്ന് വെച്ചാൽ 2 ദിവസത്തേക്കാണ് അരി വെക്കുന്നത്. അത് നമ്മുടെ പട്ടിക്കുട്ടികൾക്കും ഞങ്ങൾക്കൂടെ ചേർത്താണ് വെക്കുന്നത്. അവരും നമ്മളെ മനുഷ്യരെ പോലെ തന്നെ അവർക്ക് വേസ്റ്റൊന്നും അല്ല നമ്മൾ കൊടുക്കുന്നത്. നമ്മുടെ എന്താണോ കഴിക്കുന്നത് അതേപോലെ അത്ര കെയർ ചെയ്താണ് അവരെ നോക്കുന്നത്. അപ്പോൾ 2 ദിവസത്തേക്ക് ഞങ്ങൾ ചോറ് കഴിക്കുന്നത് വളരെ കുറച്ച് ചോറാണ്. ഞാൻ നിങ്ങളെ കാണിച്ചു എൻ്റെ വീഡിയോസൊക്കെ എടുത്ത് നമ്മൾ പച്ചക്കറിയാണ് ഏറ്റവും കൂടുതൽ കഴിക്കുന്നത്, ഏറ്റവും കൂടുതൽ പച്ചക്കറി. എൻ്റെ വീട്ടിൽ കൃഷി ചെയ്യുന്ന ഡെയിലി കിട്ടുന്ന സാധനങ്ങൾ സാധാരണ ഒരു വീട്ടിൽ അവർക്ക് പച്ചക്കറി അത്രയും മതി. പക്ഷേ നമ്മുടെ വീട്ടിൽ എൻ്റയർലി ഡിഫറൻ്റാണ്. സാധാരണ ചോറ് എത്രയാണോ ആൾക്കാർ കഴിക്കുന്നത്, സാധാരണ ആൾക്കാർ അത്രയാണ് ഞങ്ങൾ പച്ചക്കറി കഴിക്കുന്നത്. പിന്നെ ക്വാണ്ടിറ്റി കുറച്ച് കുറവാണ് നമ്മൾ കഴിക്കുന്നത്. പച്ചക്കറിയല്ല, ചോറ് വളരെ കുറവാണ് കഴിക്കുന്നത് സാധാ ആൾക്കാരിൽ നിന്നും. അതറിയാമല്ലോ, റീസൺ ഷുഗർ തന്നെയാണ്.
ഇത് നമ്മൾ അത്രയൊക്കെ കെയർ ചെയ്യുന്നത് കൊണ്ടാണ് ഈ ഷുഗറങ്ങ് ഹൈയിലോട്ടങ്ങ് നമ്മളെ കൊണ്ടുപോകാത്തത്. അപ്പോൾ അപ്പം ഞാൻ പറഞ്ഞു തരുന്നതെന്ന് വെച്ചാൽ ഈ ചോറ് നമ്മൾ ആവശ്യത്തിൽ ഇപ്പം ആദ്യത്തെ ദിവസം ചോറ് മൺകലത്തിലാണ് ഞാൻ വെക്കുന്നത്, പുകയെടുപ്പിലാണ് വെക്കുന്നത്. അപ്പം നമ്മൾ ആദ്യത്തെ ദിവസം ചോറ് വെച്ചാൽ നമുക്ക് മൺകലത്തിൽ വെക്കുന്നതുകൊണ്ട് ചിലപ്പോൾ രാത്രിയൊക്കെ ആവും അതിൻ്റെ ചൂടൊന്ന് പോയി വരാൻ. ചൂട് മാറിക്കഴിഞ്ഞാൽ ബാക്കി ചോറെടുത്ത് ഫ്രിഡ്ജിൽ വെക്കും. ഫ്രിഡ്ജിൽ വെച്ചാൽ നമ്മൾ പട്ടിക്കുട്ടികൾക്കും കൊടുത്ത് ആവശ്യത്തിന് മാത്രമാണ് ഞങ്ങൾക്ക് കഴിക്കാനുള്ള ചോറെടുത്ത് ചൂടാക്കുന്നത്. ഓക്കെ, വലിയ ഒരുപാട് മെമ്പേഴ്സുള്ള ഫാമിലീസിലൊന്നും അത് നടക്കത്തില്ല. 2 ദിവസത്തേക്ക് ഓരോ ദിവസത്തേക്ക് വെച്ചാൽ മതി. എന്നാൽ തന്നെയും കമ്പോസ്റ്റിനുള്ള ചാരം ഒരുപാട് കിട്ടും അല്ലേ. അപ്പം ഞാൻ പറഞ്ഞു വരുന്നതെന്ന് വെച്ചാൽ ഈ പച്ചക്കറി കൃഷി ചെയ്യാത്തവരാണെങ്കിലും കമ്പോസ്റ്റ് അവരെ എല്ലാ വീടുകളിലും ചെടിയൊക്കെ ഉണ്ട്. ഇപ്പോൾ സാധാരണ ചാരമൊക്കെ എടുത്ത ആൾക്കാർ തൂവിയെടുത്ത് അവിടെ ഇവിടെയൊക്കെ അങ്ങ് കളയും. പക്ഷെ അങ്ങനെ ചെയ്യേണ്ട, ഇതിനുപയോഗിക്കുക. ഇത് ഇനാക്കുലത്തിന് പകരം യൂസ് ചെയ്യാൻ പറ്റിയൊരു സംഭവമാണ്. ചാരം വേറെ ഒരു ദൂഷ്യങ്ങളും ഇല്ല, ചെടിക്കും കൃഷിക്കും ഒന്നും ചെയ്യുന്നതിന് ഒരു ദൂഷ്യമില്ലാത്ത സംഭവമാണ്. അപ്പം എല്ലാവരും ഇത് ഒരാളെ എൻ്റെ വീഡിയോ കാണുന്നോളെങ്കിലും അത് നിങ്ങൾക്ക് എത്രമാത്രം ആൾക്കാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവരും എന്നിട്ട് ഇതേ രീതിയിൽ ഒന്ന് ചെയ്തു നോക്കുക. ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും കാര്യമുണ്ടോയെന്ന്. നമ്മുടെ പരിസരം എല്ലാം നല്ല വൃത്തിയായിരിക്കും. ഇപ്പം ചക്ക സീസണാണ്. ചക്കയുടെ ഈ മടലില്ലേ, മടല് ചക്കയ്ക്കകത്തുള്ള എല്ലാം, ചക്കക്കുരുവും ആൾക്കാർ കറി വെക്കാൻ എടുക്കുമല്ലോ, ബാക്കി അതിനകത്ത് വരുന്ന എല്ലാ സാധനങ്ങളും ചക്കയുടെ മടല് നല്ല ചെറിയ പീസസ് ആക്കുക, അതും കമ്പോസ്റ്റിനകത്ത് ഇടാം. ദാറ്റ് മീൻസ് ഒരു സംഭവങ്ങളും നമ്മുടെ മുറ്റത്തും പറമ്പിലും ഒന്നും ഇടേണ്ടി വരില്ല. ഇത് വെളിയിലിട്ട് അതിനകത്ത് എലിയുടെ ശല്യം നമുക്ക് സഹിക്കാൻ പറ്റത്തില്ല. ചിലപ്പം എലി കൂടിയാൽ എലിയുടെ മാളത്തിലിരിക്കാനാണ് പാമ്പ് വരും. പാമ്പ് ഒരിക്കലും സ്വന്തമായിട്ട് മാളം ഉണ്ടാക്കില്ല, മനസ്സിലായ? അപ്പം ഈ എലി ഉണ്ടാക്കുന്ന മാളത്തിലാണ് പാമ്പുകൾ കയറിയിരിക്കുന്നത്. അപ്പം എലി പെരുകുന്നതനുസരിച്ച് പാമ്പും ആ വീട്ടിൽ പെരുകും. ഇത് നമ്മൾ വളരെ ശ്രദ്ധയോടുകൂടി ചെയ്താൽ, പിന്നെ ചില ആൾക്കാർക്ക് ഈ ചെടികളൊക്കെ കണ്ടമാനം പലയിടത്തുനിന്നും പലതും ഇങ്ങനെയൊക്കെ കൊണ്ടുവെക്കുന്നു. ആ സമയത്തിന് ആ വീടും പരിസരവും ഒന്ന് വൃത്തിയാക്കുക. പല കാര്യങ്ങൾ ചെടിക്ക് വേണ്ടിയിട്ട് ആൾക്കാർ ചെയ്യും. പക്ഷെ അതിൻ്റെ ഒരു 10-1 ഭാഗം വീടിൻ്റെ പരിസരം ഈ എലിയും പ്രാണികളും കൊതുകും എല്ലാം പെരുകുന്നത് ഈ കാരണത്താൽ തന്നെയാണ്. ഒരു 3 സെൻറ്റിൽ താമസിക്കുന്ന ഒരു യൂട്യൂബറാണ് അവർ പച്ചക്കറി, അവരുടെ വീട്ടിലുള്ള പച്ചക്കറികൾ, എന്തെല്ലാം പച്ചക്കറികളാണ് ഉള്ളത്, അവരിങ്ങനെ തന്നെയാണ് ഈ പച്ചക്കറിയുടെ വേസ്റ്റ് എല്ലാം കമ്പോസ്റ്റ് ആക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെ നല്ല നല്ല പ്രവർത്തികൾ കാണുന്നവർ അല്ലെങ്കിൽ അറിയുന്നവർ ഇതൊക്കെ ചെയ്യുക. പിന്നെ ഇപ്പോഴത്തെ ആൾക്കാരെല്ലാവരും ഫോണിനകത്താണ് നല്ല നല്ല കാര്യങ്ങൾ കാണുക. ഇതുപോലുള്ള നല്ല നല്ല കാര്യങ്ങൾ എല്ലാം യൂസ്ഫുള്ളായിട്ടുള്ള കാര്യങ്ങളാണ്. എങ്കിലും ഇങ്ങനെയൊക്കെയുള്ള വീഡിയോസ് കാണുമ്പോൾ ചുമ്മാ സ്വൈപ്പ് ചെയ്ത് കളയാതെ, അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്ത് കളയാതെ നിങ്ങൾ ഇങ്ങനെയുള്ള വീഡിയോയും കാണുക. കണ്ട് പലർക്കും ഈ അറിവ് പകർന്നു കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ കമ്പോസ്റ്റിൻ്റെ കാര്യം പറയാനാണ് ഞാൻ ഈ ഒരു വീഡിയോ ആയിട്ട് വന്നത്. ഓക്കെ, അപ്പോൾ എല്ലാവരും ഇതേ രീതിയിലൊന്ന് ചെയ്ത് നോക്കുക. അതിൻ്റെ റിസൾട്ട് എങ്ങനെയാണെന്ന് നിങ്ങൾ കമൻറ്റിലൂടെ ഒന്ന് അറിയിക്കുക. ഞാനിടുന്ന വീഡിയോസ് ഇപ്പോൾ രണ്ടും ഒരു നമ്മുടെ വാനില ഐസ്ക്രീം ഇട്ട്, അതുപോലെ തന്നെ മട്ടൺ കറി വെച്ചത്. ആ വാനില ഐസ്ക്രീം ഇട്ടതിന് കുറേ മെസ്സേജസ് അവർ കണ്ടവർ അത് ഉണ്ടാക്കി നോക്കി നല്ലതാണെന്ന്. അപ്പോൾ അത് നമുക്കും ഒരു ഭയങ്കര സന്തോഷമായിരിക്കും. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല കാര്യമാണ് ഞാൻ പറയുന്നത്. ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ നിന്ന് കമ്പോസ്റ്റിൻ്റെ ബക്കറ്റുകൾ കിട്ടാത്തവർ അടക്കമുള്ള ബക്കറ്റ് മേടിക്കുക, ഇതേ കണക്ക് ചെയ്യുക. നല്ലതാണിത്.
ഞാൻ പറയുന്നത് നമ്മുടെ വീട്ടിലെങ്ങും ഒരു വേസ്റ്റോ ഒരു വാടയോ ഈച്ചയോ അതുപോലെ തന്നെ കൊതുക് ഇതൊന്നും കാണത്തില്ല. എല്ലാവരും ഇതേ കണക്ക് ചെയ്ത് നോക്കുക, എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. ഓക്കെ, അപ്പം നമുക്ക് അടുത്ത വീഡിയോ നല്ല ഇതുപോലുള്ള നല്ല വീഡിയോസുമായിട്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് വരാൻ ശ്രമിക്കും. ഓക്കെ, ബൈ.